നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ്. ഇനി പ്രചരണത്തിന്റെ ഒരു ഘട്ടത്തിലേക്ക് കടക്കും. എന്താണ് ആത്മവിശ്വാസം? നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു, പുറത്തേക്ക് വന്നിരിക്കുന്നു, ജനങ്ങൾക്കിടയിലേക്ക് പോകുന്നു. അതെ, ജനങ്ങളുടെ 100% പിന്തുണ ഐക്യ ജനാധിപത്യ മുന്നണിക്കുണ്ട് എന്നുള്ള വലിയ ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. പക്ഷെ ഞങ്ങളത് വളരെ വിനയത്തോടു കൂടി ഈ പിന്തുണയെ സ്വീകരിക്കുന്നു. ജനവിശ്വാസം പൂർണ്ണമായി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ പ്രവർത്തിക്കും. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഐക്യ ജനാധിപത്യ മുന്നണി കോട്ടയത്തും അതുപോലെ തന്നെ ബാക്കിയുള്ള 19 പാർലമെന്റ് മണ്ഡലങ്ങളിലും വിജയിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനം കൂടി സമാന്തരമായിട്ട് ഞങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ, ഞങ്ങളുടെ ബന്ധുക്കൾ സുഹൃത്തുക്കളൊക്കെ മറ്റ് കേരളമൊട്ടാകെ ഉണ്ട്. ആ ഒരു ആഹ്വാനം കൂടി ഞങ്ങളുടെ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തോടൊപ്പം കൊടുക്കുന്നുണ്ട്. ഇവിടെ ആദരണീയരായ നേതാക്കന്മാരെല്ലാവരും എന്നോടൊപ്പമുണ്ട്. ഈ നേതാക്കന്മാരുടെ നേതൃത്വത്തിലാണ് ബഹുമാനപ്പെട്ട തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് തുടങ്ങി അസീസ് ബിഡായി, ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ്, മറ്റ് ഘടകകക്ഷി നേതാക്കന്മാരെല്ലാവരും ഒറ്റക്കെട്ടായി ഒരു പാർട്ടി പോലെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കുകയാണ്. അപ്പോൾ അതെല്ലാം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളാണ്. എവിടെ ചെന്നാലും ജനങ്ങളുടെ നല്ല പിന്തുണ ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ജനങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുന്നു. അത് ദേശീയ തലത്തിലും ആ മാറ്റം ആഗ്രഹിക്കുന്നു, സംസ്ഥാനത്തും ആ മാറ്റം ആഗ്രഹിക്കുന്നു. സംസ്ഥാനത്തെ മാറ്റം എന്ന് പറയുന്നത് അല്പസമയമെടുക്കും. ഞങ്ങൾ തികച്ചും ജനാധിപത്യപരമായ രീതിയിൽ മാത്രമേ ആ മാറ്റത്തിന് വേണ്ടി പരിശ്രമങ്ങൾ നടത്തുകയുള്ളൂ. അതെല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. പക്ഷേ അതും ഞങ്ങളുടെ ഒരു ലക്ഷ്യം തന്നെയാണ്. ഞങ്ങളിപ്പോൾ തുടങ്ങുകയാണ്. ഞങ്ങളിപ്പോൾ റോഡ് ഷോ ആരംഭിക്കുകയാണ്. നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞു. ഞാൻ ഈ നേതാക്കന്മാരോടൊപ്പം പോയാണ് നോമിനേഷൻ സമർപ്പിച്ചത്. ഞങ്ങൾ UDFന്റെ പ്രവർത്തനം ഇപ്പോൾ റോഡ് ഷോയിൽ ആരംഭിച്ച് സ്ഥാനാർത്ഥിയുടെ പര്യടനത്തോടു കൂടി 23-ാം തീയതി ഔപചാരികമായി സമാപിക്കും. പിന്നെ തെരഞ്ഞെടുപ്പാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വലിയ ആത്മവിശ്വാസമുണ്ട്, ജനങ്ങളുടെ പിന്തുണയുണ്ട്. അപ്പോൾ ജനങ്ങൾ അർപ്പിക്കുന്ന വിശ്വാസം അത് 100% കാത്തു സൂക്ഷിച്ചുകൊണ്ട് സത്യസന്ധമായി ഞങ്ങൾ പ്രവർത്തിക്കും. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.